SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പറയുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA കുറിച്ചാണ്. ഇത് എന്താണ് നമുക്ക് നോക്കാം, ഇത് എങ്ങനെയാണ് ന്യൂസിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഇപ്പൊ ഫ്ലൈങ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി അവേഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില റിവൈസ്ഡ് നോംസ് DGCA ഇറക്കിയിട്ടുണ്ട്. DGCA എന്താണെന്നുള്ളത് നോക്കാം. ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ സേഫ്റ്റി റിലേറ്റഡ് ആസ്പെക്ട്സ് ഒക്കെ നോക്കുന്നത് ഇവരാണ്. ഇപ്പോൾ എയർ ട്രാൻസ്പോർട്ട് സർവീസസ്, അത് ഇന്ത്യയിലേക്കുള്ളതും ഇന്ത്യയിൽ നിന്ന് പോകുന്നതും ഇന്ത്യക്കകത്തുമുള്ള എയർ ട്രാൻസ്പോർട്ട് സർവീസസിന്റെ റെഗുലേഷൻ ആണ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സിവിൽ എയർ റെഗുലേഷൻസ്, എയർ സേഫ്റ്റി, എയർ വർത്തിനെസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എൻഫോഴ്സ് ചെയ്യാന്നുള്ളതും ഇവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എല്ലാ റെഗുലേറ്ററി ഫംഗ്ഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് DGCA ആണ്. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടിയത് എയർക്രാഫ്റ്റ് അമെന്റ്മെന്റ് ആക്ട് 2020 അറ്റാച്ച്ഡ് ഓഫീസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലാണ്. നെക്സ്റ്റ് മൂല്യപ്രവാഹ് 2.0. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC മൂല്യപ്രവാഹ് 2.0 നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ വാല്യൂസും എത്തിക്സും ഒക്കെ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഗൈഡ് ലൈനിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗൈഡ് ലൈൻ ആണ്, അതായത് UGC യൂണിവേഴ്സിറ്റികൾക്ക് കൊടുത്ത ഒരു ഗൈഡ് ലൈൻ ആണ്. ഇതിനകത്ത് ഹ്യൂമൻ വാല്യൂസും പേഴ്സണൽ എത്തിക്സും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻകുൾക്കേറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബിൽഡ് ചെയ്യാം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽസിനെ ഓറിയന്റ് ചെയ്യാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലും കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിലൊക്കെ വളരെ ഡീപ്പ് റെസ്പെക്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു ഇന്റൻഷൻ. നെക്സ്റ്റ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്റ്റസി കോഡ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ദ ഫംഗ്ഷനിങ് ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്റ്റസി കോഡ് ഓവർ ദ ഇയേഴ്സ് ഹാസ് ലെഫ്റ്റ് മച്ച് ടു ബി ഡിസൈഡ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ്, അതായത് ഇൻസോൾവൻസി ബാങ്ക്റപ്റ്റസി കോഡുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമ്മുടെ പത്രത്തിൽ വന്നിരുന്നു. നമുക്ക് എന്താണ് നോക്കാം. നമുക്ക് ഈ രണ്ട് ടേം എന്താണെന്നാണ് നോക്കുന്നത്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്റ്റസി കോഡ്. അപ്പോൾ ബാങ്ക്റപ്റ്റസി ലോ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ രൂപത്തിലേക്ക് എത്തിയത്. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസിനെല്ലാം അമെൻഡ് ചെയ്തു. കോർപ്പറേറ്റ് പേഴ്സൺസിന്റെയും പാർട്ണർഷിപ്പ് ഫേംസിന്റെയും ഇൻഡിവിജ്വൽസുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്റ്റസി ആണ് ഈ കോഡിന് കീഴിൽ വരുന്നത്. നമുക്ക് ആദ്യം ഇൻസോൾവൻസി നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ ഓർഗനൈസേഷനോ അവരുടെ അസറ്റ് അവരുടെ ലൈബിലിറ്റിനേക്കാളും ലൈബിലിറ്റി എക്സീഡ്സ് ഇറ്റ്സ് അസറ്റ്. ലൈബിലിറ്റി എന്ന് പറയുന്നത് അസറ്റിനേക്കാളും കൂടുകയാണ്. ദെൻ അവർക്ക് കൃത്യമായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്ത് ആ ഡെപ്റ്റ് ഇല്ലാതാക്കാൻ പറ്റാത്തൊരു അവസ്ഥേനെയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ദെൻ ബാങ്ക്റപ്റ്റസി എന്ന് പറയുന്നത് ഒരു പേഴ്സണോ ഒരു കമ്പനിയോ ലീഗലി ഡിക്ലെയർ ചെയ്യാണ് അവർക്ക് ബാക്കി വരുന്ന ഡ്യൂവോ പേയബിൾ ബിൽസോ ഒന്നും അടയ്ക്കാൻ അവർ ഇൻകാപ്പബിൾ ആണെന്നുള്ളത് ലീഗലി ഡിക്ലെയർ ചെയ്യുന്നതാണ് ബാങ്ക്റപ്റ്റസി. ഇതിന്റെ റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് IBC എസ്റ്റാബ്ലിഷ് ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്റ്റസി ബോർഡ് ഓഫ് ഇന്ത്യ, IBBI. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോക്കോ നർച്ചർ. അപ്പൊ നമ്മളിങ്ങനെ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഡിക്കോഡ് ചെയ്ത് നോക്കുക. കോക്കോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു കോക്കനട്ട് ഒക്കെ ആകാം. നർച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് നോക്കാം. കോക്കോ നർച്ചർ എന്ന് പറയുന്നത് ഓർഗാനിക് പോട്ടിംഗ് മിക്സ്ചർ ആണ്. പ്ലാന്റ് ഗ്രോത്തിനും അതുപോലെ തന്നെ ആവശ്യമുള്ള ഒരു മിക്സ്ചർ ആണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പൗഡേർഡ് ആയിട്ടുള്ള കൊയർ ഹസ്ക് ഉണ്ട്, പിത്ത് ഉണ്ട്, അതുപോലെ കൗഡങ്, ലിമിറ്റഡ് സോയിൽ ഒക്കെ അതിൽ ആഡ് ചെയ്യാറുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് നാഷണൽ കൊയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ട്രിവാൻഡ്രത്താണ് ഇത് ഉള്ളത്. ഈ പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് എയറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടർ ഡെലിവറി, റൂട്ടിലേക്കുള്ള വാട്ടർ ഡെലിവറി കൃത്യമായിട്ട് നടത്താൻ ഹെൽപ്പ് ചെയ്യും. ട്രൈക്കോഡർമ ഇൻ മിക്സ്ചർ എൻഹാൻസസ് ദി എബിലിറ്റി ഓഫ് ദി പ്ലാന്റ്സ് ടു അബ്സോർബ് ന്യൂട്രിയൻസ്. ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ഈ മിക്സ്ചറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലാന്റ്സിനെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാൻസെറ്റ് കമ്മീഷൻ ഓൺ ഗ്ലോബൽ സർജറി. അപ്പോൾ LCOGS എന്ന് പറയും. അപ്പൊ ഈ ലാൻസെറ്റ് കമ്മീഷൻ ഓൺ ഗ്ലോബൽ സർജറി എന്ന് പറയുന്നത് നമ്മുടെ സർജിക്കൽ ആൻഡ് അനസ്തീഷ്യ കെയറുമായിട്ട് ബന്ധപ്പെട്ട ബാരിയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേൾഡ് വൈഡ് ഇതിന്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണലി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ സേഫ് സർജറി ആയിട്ട് ബന്ധം, ലോ ഇൻകം, നമുക്കറിയാം സർജറി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ലോ ഇൻകത്തിൽ ചെയ്യുക, സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക.
അതുപോലെ മിഡിൽ ഇൻകം സെറ്റിംഗ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഒരു അഡീഷണൽ പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോ സർജിക്കൽ ആൻഡ് അനസ്തേഷ്യ സർവീസസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LCOGS ഒരു 6 കോർ സർജിക്കൽ സിസ്റ്റം ഇൻഡിക്കേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും നാഷണൽ സർജിക്കൽ കെയർ പ്ലാനിംഗ് ഫ്രെയിംവർക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നെക്സ്റ്റ്, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം, NCAP എന്ന് പറയും. ഓക്കെ, അപ്പൊ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ലോഞ്ച് ചെയ്തതാണ് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ജനുവരി 2019. നമ്മുടെ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. 131 സിറ്റീസ്, അതായത് 24 സ്റ്റേറ്റ്സിലും UTസിലും ഒക്കെ ആയിട്ട് 131ഓളം സിറ്റീസിലാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, സിസാൽ ലീവ്സ് മേക്ക് സാനിറ്ററി നാപ്കിൻസ് മോർ സസ്റ്റൈനബിൾ ഇൻ ഇന്ത്യ. അപ്പോ സ്റ്റാൻഫോർഡിലെ ഒരു റിസർച്ച് ടീമും ലെഡ് ചെയ്തത് മനു പ്രകാശ് എന്ന് പറയുന്ന ഒരാളാണ്. അവര് കണ്ടുപിടിച്ചത് അബ്സോർബൻ മെറ്റീരിയലിൽ, അതായത് നമ്മുടെ ഈ സിസാ ലീവ്സിലൊക്കെയുള്ള അബ്സോർബൻ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഈ സാനിറ്ററി നാപ്കിൻസിൽ ഉപയോഗിക്കുന്ന കോട്ടൺ, വുഡ് പൾപ്പ്, കെമിക്കൽ അബ്സോർബൻസിനെയൊക്കെ മാറ്റിയിട്ട് ഈ സിസാൽ ലീവ്സിന്റെ പൾപ്പ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അബ്സോർബന്റ് ആയിട്ട് എന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പൊ ഈ ടീം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ ഈ പൊല്യൂട്ടിംഗ് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്താൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് സിസാൽ പ്ലാന്റ്. അതിന്റെ ലീവ്സ് ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോ ആൻഷ്യന്റ് ആസ്ടെക് ആൻഡ് മയാൻ സിവിലൈസേഷൻ പണ്ടുണ്ടായിരുന്നവര് പേപ്പർ, ഈ സിസാ ലീവ്സിന്റെ പേപ്പർ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നീട് ഗ്രീൻ സ്വാഡ് ലൈക്ക് ലീവ്സ്, ഇവരുടെ ലീവ്സ് നമ്മളതാ ഇതിന്റെ ലീവ്സ് കണ്ടു, ഒരു ഗ്രീൻ സ്വാഡ് ലൈക്ക് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഒരു സ്വാഡ് ലൈക്ക് ഒരു വോൾ പോലുള്ള ലീഫാണ്, അത് ഭയങ്കര സ്റ്റിഫാണ്. അത് ഉപയോഗിച്ച് ട്വൈൻസും ക്ലോത്തും കാർപ്പറ്റും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഈ പ്ലാന്റിനെ തന്നെ നമുക്ക് മെസ്കൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. മെസ്കൽ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിൽഡ് ആൽക്കഹോളിക് ബിവറേജ് ആണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്ലാന്റിനെ ഇറ്റ്സെൽഫ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, പ്രൊജക്ട് ടൈഗർ. പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 1973 ഇനീഷ്യേറ്റ് ചെയ്തതാണ്. ബംഗാൾ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് തുടങ്ങിയത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്, ഉത്തരാഖണ്ഡിൽ. ഈ ടൈഗർ സെൻസസ് 2006 നടന്നു. അപ്പൊ ഒരു പുതിയ മെത്തഡോളജി നമ്മൾ യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടൈഗേഴ്സിന്റെ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഡെൻസിറ്റി അറിയാൻ വേണ്ടിയിട്ട്, സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡെൻസിറ്റി അറിയാൻ വേണ്ടിയിട്ട്. their co-predators and prey derived from camera trap and sign surveys using GIS. അവരുടെ co-predatorസിനും പ്രേസിനെയും ക്യാമറ ട്രാപ്പ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് GIS യൂസ് ചെയ്തിട്ട് നമ്മൾ അവരെ സെൻസസ് ചെയ്തു, അവരുടെ ഡെൻസിറ്റി സെൻസസ് ചെയ്തു. നെക്സ്റ്റ്, അഗ്നിപത് സ്കീം. അഗ്നിപത് സ്കീം എന്ന് പറയുന്നത് ഇതൊരു ഡ്യൂട്ടി സ്റ്റൈൽ സ്കീമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 14th June 2022 കൊണ്ടുവന്നതാണ്. സോൾജേഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കമ്മീഷൻഡ് ഓഫീസേഴ്സിന്റെ റാങ്കിന് താഴെ വരുന്ന ആൾക്കാരെയാണ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത്. 3 സർവീസസിൽ, ആർമഡ് ഫോഴ്സിന്റെ 3 സർവീസസിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. എല്ലാ റിക്രൂട്ട്മെന്റും 4 ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു 6 മാസത്തോളം ട്രെയിനിങ്ങും ബാക്കി ഡിപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിലാണ്. ഇനി പേഴ്സണൽ റിക്രൂട്ടഡ് അണ്ടർ ദിസ് സിസ്റ്റംസ്, അതായത് ഈ സിസ്റ്റത്തിന് അണ്ടറിൽ വരുന്ന റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർ നമ്മൾ അഗ്നിവേഴ്സ് എന്നാണ് പറയാം. അതൊരു പുതിയ മിലിറ്ററി റാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് സെപ്റ്റംബർ 2022 നെക്സ്റ്റ്, പ്രസിഡന്റ് മുർമു പ്രസൻസ് സ്പോർട്സ് അവാർഡ്സ് അറ്റ് ഗ്ലിറ്ററിംഗ് സെറമണി. അപ്പൊ സ്പോർട്സ് അവാർഡ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുർമു, ദ്രൗപദി മുർമു അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നലെ അത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. 2023 അവാർഡ്സ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന ചിരാഗ് ഷെട്ടിക്കും സത്വിക് സൈറാജിനുമാണ് കിട്ടിയത്. അർജുന അവാർഡ്സ് ഒരുപാട് പേർക്ക് കിട്ടി. ഞാൻ കുറച്ചു പേരുടെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. മുരളി ശ്രീശങ്കർ മലയാളിയാണ്, അത്ലറ്റിക്സിനാണ് അദ്ദേഹത്തിന് അർജുന അവാർഡ് കിട്ടിയത്. മുഹമ്മദ് ഷമി ക്രിക്കറ്റർ ആണ്. ഒജാസ് പ്രാവിൻ ഡിയോട്ടേൽ ആർച്ചറിക്കാണ് കിട്ടിയത്. അതിഥി ഗോപിചന്ദ് സ്വാമിക്കും ആർച്ചറിക്കാണ് കിട്ടിയത്. അർജുന അവാർഡ്സ് ഇനിയും കുറച്ചും കൂടെ ഉണ്ട്, നിങ്ങളത് നോക്കി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ദ്രോണാചാര്യ അവാർഡ് റെഗുലർ കാറ്റഗറിയിൽ ലളിത് കുമാറിന് റെസ്ലിംഗിന് കിട്ടി. RB രമേശിന് ചെസ്സിന് കിട്ടി. അതുപോലെ അതേ തന്നെ ദ്രോണാചാര്യ തന്നെ ലൈഫ് ടൈം കാറ്റഗറിയിൽ ജാസ്കിറാജ് സിംഗ് ഗ്രവാളിന് ഗോൾഫിന് കിട്ടി. ഭാസ്കറിന് കബഡിക്ക് കിട്ടി. ജയന്തകുമാർ കുഷിലാലിന് ടേബിൾ ടെന്നീസിന് കിട്ടി. ധ്യാൻചന്ദ് അവാർഡ് ഫോർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് മഞ്ജുഷ കൻവാറിന് ബാഡ്മിന്റന് കിട്ടി. വിനീത് കുമാർ ശർമ്മയ്ക്ക് ഹോക്കിക്ക്, കവിത സെൽവരാജിന് കബഡിക്ക് കിട്ടി. മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി 2023 ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സറിനാണ് കിട്ടിയത്.
Next, PM holds roadshow with the UAE president in Gujarat, opens global trade summit. അപ്പൊ ഗുജറാത്തില് ഗിഫ്റ്റ് സിറ്റിയില് ഗ്ലോബൽ ട്രേഡ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിജി ട്യൂസ്ഡേ ഗുജറാത്ത് ഗ്ലോബൽ ട്രേഡ് ഷോ നടത്തിയായിരുന്നു 2024. അപ്പോ നിയർലി ഒരു 2 lakh സ്ക്വയർ മീറ്റേഴ്സിലാണ് ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഹെലിപാഡ് ഉണ്ട്. അതുപോലെ ഇതൊരു ബിസിനസ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. വെനസ്ഡേയും തേഴ്സ്ഡേയും വിസിറ്റേഴ്സ് ബിസിനസ് വിസിറ്റേഴ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിനും കൂടെ കൊടുക്കുന്നത്. പബ്ലിക്കും കൂടി ഉണ്ട് അവരുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് എന്നുള്ള രീതിയിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഗ്ലോബൽ ട്രേഡ് ഷോ ആണ്. 20 കൺട്രീസ് ആണ് ഹോസ്റ്റ് ചെയ്തത്. അതിന് ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, UAE, UK, ജർമ്മനി, നോർവേ, റഷ്യ, ജപ്പാൻ ഇവിടെ നിന്നെല്ലാം ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് മെനി ആസ് 100 കൺട്രീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വിസിറ്റിംഗ് കൺട്രീസ് ആയിട്ടും അതുപോലെ ജോയിനിങ് പാർട്ട്നേഴ്സ് ആയിട്ടും 33 പേരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ ഇവന്റ് എന്ന് പറയുന്നത് 1000 എക്സിബിറ്റേഴ്സ് ആണുള്ളത്. അതായത് നമ്മുടെ റിസർച്ച് സെക്ടറിലൊക്കെയുള്ള 1000-ഓളം എക്സിബിറ്റേഴ്സ് ഉണ്ട്. അവരവരുടെ ഓൺഗോയിങ് റിസർച്ചും ഇന്നോവേഷൻസും ഒക്കെ വേരിയസ് ഫീൽഡിലുള്ളത് അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.